കഴിഞ്ഞ 5 വർഷക്കാലമായി തിരുവനന്തപുരം നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ ചുമതല ഉള്ള മന്ത്രി എന്നുള്ള നിലയിൽ എനിക്കൊക്കെ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. രാജ്യത്തിനാകെ മാതൃകയായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നിരവധി അവാർഡുകൾ തിരുവനന്തപുരം നഗരസഭയ്ക്ക് ലഭിക്കുകയുണ്ടായി. സാർവദേശീയമായി തന്നെ നിരവധി അവാർഡുകൾ തിരുവനന്തപുരം നഗരസഭയ്ക്ക് ലഭിക്കുകയുണ്ടായി. അതൊന്നും മനസ്സിലാക്കാതെ നഗരസഭയിൽ അഴിമതി ആണെന്ന് തെരഞ്ഞെടുപ്പിന്റെ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ BJP കൗൺസിലർമാർ കഴിഞ്ഞ 5 വർഷക്കാലം എന്ത് ചെയ്തു? അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലം BJPയുടെ സംസ്ഥാന നേതൃത്വവും രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്ര സഹമന്ത്രിയൊക്കെ തന്നെ ആയിരുന്നല്ലോ. അവർക്കെന്തും ചെയ്യാൻ കഴിയുമല്ലോ. കേന്ദ്ര ഏജൻസികൾ തങ്ങൾക്കിഷ്ടമില്ലാത്ത എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭരണസ്ഥാപനങ്ങളെ വേട്ടയാടുന്ന സ്ഥിതിവിശേഷമുണ്ടല്ലോ. ആ പാരമ്പര്യം അനുസരിച്ച് എന്തുകൊണ്ട് തിരുവനന്തപുരം നഗരസഭയ്ക്ക് നേരെ ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കാത്തത്? ഇപ്പോൾ അദ്ദേഹം നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്, വേണ്ടി വന്നാൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുമെന്ന്. കേന്ദ്ര ഏജൻസികൾ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ പരിധിയിലാണോ നിൽക്കുന്നത്? അദ്ദേഹത്തിന്റെ വീട്ടിലെ ജോലിക്കാരെ ചില കാര്യങ്ങൾക്ക് നിയോഗിക്കുന്ന അതേ ലാഘവത്തോടു കൂടിയാണല്ലോ അദ്ദേഹം പറയുന്നത്, കേന്ദ്ര ഏജൻസിക്കാരെ കൊണ്ട് ഞാൻ അന്വേഷണം നടത്തും. കേന്ദ്ര ഏജൻസിക്കാർ രാജീവ് ചന്ദ്രശേഖരന്റെ പോക്കറ്റിലാണ്. വിഡ്ഢിത്തവും അബദ്ധവും അധികാരമില്ലാത്ത കാര്യങ്ങളും പറയുന്ന കാര്യത്തിൽ BJPയുടെ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്ന് പറയുകയാണ്. ഒരു കാര്യം ചെയ്യട്ടെ, കേന്ദ്ര ഗവൺമെന്റ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് നൽകിയ അവാർഡുകളും അഭിനന്ദനങ്ങളും പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം രാജീവ് ചന്ദ്രശേഖരൻ കൊടുക്കട്ടെ കേന്ദ്ര ഗവൺമെന്റിന്. അതല്ലേ ഏറ്റവും നല്ല കാര്യം, ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം. കാര്യങ്ങൾ പരാജയം ഉറപ്പായതോടുകൂടി അഴിമതി ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ആത്മഹത്യ ചെയ്ത കൗൺസിലർ അനിലിന്റെയും അതുപോലെ തന്നെ ആനന്ദിന്റെയും വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും കടുത്ത ദുഃഖത്തിലും BJP നേതൃത്വവുമായി അതിർത്തിയിലുമാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എൻ്റെ മണ്ഡലത്തിലാണ് ഈ കാര്യങ്ങൾ നടന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ വീടുകൾ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് ഈ കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ ആവശ്യപ്പെടുമെന്ന് എന്നുള്ള കാര്യം ഞാൻ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ മരണങ്ങളെ സംബന്ധിച്ചിടത്തോളം, ആത്മഹത്യകളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരു കാര്യവും പറയുന്നതിന് വേണ്ടി ചന്ദ്രശേഖർ തയ്യാറാവുന്നില്ല.
കേന്ദ്ര സർക്കാരും രാജ്യാന്തര ഏജൻസികളും വികസന കാര്യങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും സർവാത്മകത അംഗീകരിച്ചുകൊണ്ടാണല്ലോ ഇത്തരം അവാർഡുകൾ നൽകുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. നഗരസഭയുടെ ഏതൊക്കെയോ പദ്ധതികൾ പറയുന്നു. അത് ഏതൊക്കെ പദ്ധതിയാണെന്നുള്ള വിവരം പോലും ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ അറിയില്ല. ആരോ എഴുതി കൊടുത്തിട്ടുള്ള കുറേ പദ്ധതികളുടെ പേര് വായിക്കുന്നു. അത് 95-ൽ ഞാൻ മേയറായ കാലഘട്ടം മുതലുള്ള പദ്ധതികളുണ്ട്. അതടക്കം ഞാൻ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും ഈ കേന്ദ്ര ഏജൻസികൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ പോക്കറ്റിലാണെന്നുള്ള വിവരം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ കാര്യങ്ങൾ നഗരസഭയെക്കുറിച്ചാണോ, നഗരസഭ വാർഡുകളെക്കുറിച്ചാണോ, അതേ നഗരസഭകളുടെ വീടുകളെക്കുറിച്ചാണോ, എന്തെങ്കിലും തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണോ, ഏതെങ്കിലും ആധികാരിക സ്ഥാപനം വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ മുൻ മേയർ പ്രശാന്ത് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ 101 കോർപ്പറേഷൻ വാർഡ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഞാൻ മേയറായിരുന്നപ്പോൾ 50 കോർപ്പറേഷൻ വാർഡേ ഉള്ളൂ. അതുപോലും അങ്ങേക്കറിയില്ല. 101 കോർപ്പറേഷൻ വാർഡുകൾ ഏതൊക്കെ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം പോലും അതിൻ്റെ ഭൂപ്രകൃതി അദ്ദേഹത്തിന് അറിയില്ല.